ഒരു മാനേജർക്ക് ഒരു ടീമിനെ കിട്ടുമ്പോൾ മാനേജറിൻ്റെ അണ്ടറിൽ ഒരു ടീം വരുമ്പോൾ അവരെ എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ആയിട്ട് നിർത്തുക എന്ന് നിങ്ങൾക്കറിയുമോ? അവരെ നിങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും ഇന്നലെ വരെ ചെയ്തിട്ടുള്ള സെയിലിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് അറിയുകയും ചെയ്യണം. അവർ എന്താണ് ഷോപ്പിൽ വന്ന് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ചെയ്യുന്നത്, എന്താണ് കസ്റ്റമറോട് പറയുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. അവരുടെ കൃത്യമായിട്ട് അവർ 1-to-1 ഇരിക്കണം, അവരോട് നേരിട്ട് സംസാരിക്കണം, അവരോട് നേരിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവരുമായിട്ട് നല്ലൊരു റാപ്പോ നിങ്ങൾ ബിൽഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അവർക്ക് സെയിൽ വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് നല്ലൊരു ടീമിന് ഒരു മാനേജറുടെ അണ്ടറിൽ കിട്ടുന്നത്. നിങ്ങളിലൊരു ബന്ധം, നിങ്ങളിലൊരു സ്നേഹം അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നതൊന്നും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ റാപ്പോ ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു മാനേജറുടെ അണ്ടറിലും നല്ലൊരു ടീം ബിൽഡ് ചെയ്ത് വരും.